അമ്പലത്തിൽ ദീപാരാധിക്കുന്ന പാട്ടാണ് ഗൂഗിൾ ഗൂഗിൾ പണ്ണിപ്പാത്ത ഉലകത്തില് അവനൊക്കെ യാവണ്ട അവിടെ പിടിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മൈക്ക് വിഴുങ്ങി. ഉത്സവത്തിന്റെ 3-ാം ദിവസമായ നാളെ ദേവിക്കായുള്ള പാലഭിഷേകം സംഭാവന ചെയ്തിരിക്കുന്നത് മേലേടത്ത് രാഘവൻ നായർ അവർകൾ. പരമചറ്റയാണ്. ഒരു ഗ്ലാസ് പാലിൽ അരക്കുടം വെള്ളം ചേർത്ത് വിൽക്കുന്നവനാണ് ഇവൻ. അവനാണ് ദേവിക്ക് അഭിഷേകം ഉണ്ടാക്കാൻ പോണത്. എന്തായാലും അഭിഷേകം നടക്കും പാലിന്റെ നിറത്തിലുള്ള പച്ചവെള്ളത്തിൽ, അല്ലാതെ വേറൊന്നും നടക്കൂല. ദേവുട്ടിയുടെ മെസ്സേജ് ഒന്നും ഇല്ലല്ലോ, ഒരു സെൽഫി എടുത്തയക്കാം. ഓക്കെ ദേവുട്ടി, ചേട്ടൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട്? എത്ര ദിവസമായിട്ട് നിന്റെ ഫോട്ടോയും ചോദിക്കുന്ന നമ്പറും ചോദിക്കുന്ന, നീ ഒന്നും തരണില്ല, പറ്റിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ചുണ്ടൊക്കെ കൂർപ്പിച്ച് വെച്ചിട്ട് സെൽഫി ചോട്ട് എടുത്തായി അണ്ണൻ കാണട്ടെ. ബാക്കിയെല്ലാം പിന്നെ. ഓക്കെ ഓക്കെ മോളെ, ഓക്കെ ഓക്കെ ഓക്കെ. ഓ നീ എന്താ ഇവിടെ എപ്പോ വന്ന? ഫ്രാൻസ് കപ്പടിച്ചോണ്ടേ എന്റെ ഫ്രാൻസിലെ ഓഫീസെല്ലാം അവധിയടാ. അപ്പൊ ഒന്ന് കുളത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. എടാ ഞാൻ എപ്പോ ഇവിടെ അല്ലേ ഇരിക്കണത്? അല്ല നീ ഒന്ന് കമ്പുമായിട്ട് വന്നേക്കണേ. കമ്പുമായിട്ട് വന്നേക്കണതിന് മീൻ പിടിക്കാൻ വന്നടാ. സത്യം പറഞ്ഞ മീൻ പിടിക്കാൻ വന്നതാ സീൻ പിടിക്കാൻ വന്നതാ? അത് ചൂണ്ടയില്ലാതെ അങ്ങനെയാണോ മീൻ പിടിക്കണേ? എടാ ചൂണ്ട മീൻ കൊത്തിക്കൊണ്ട് പോടാ. ഈ കുളത്തിലെ മീനല്ല ഇപ്പൊ നിന്റെ ചൂണ്ടയാണോ തിന്നണത്? ഇപ്പൊ 10-20 ചൂണ്ടയായി ഇപ്പം. അപ്പൊ എങ്ങനെ മീൻ പിടിക്കുന്നു? ഞാനടാ പരസ്യത്തിലില്ലേ ഒരു പശ, അതെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് ഈ കുളത്തിൽ അങ്ങ് മുക്കും. ഇങ്ങനെ എടുക്കുമ്പോ നൂലിൽ മുത്ത് വരുത്ത പോലെ ഇങ്ങനെ നിരന്ന് മീൻ ഇങ്ങനെ ഇരിക്കും. അത് കൊള്ളാം. നല്ല ആ പശ ഉണ്ടോ അതിന്റെ? പശ ഉണ്ടടാ. കുറച്ചെടുത്ത് വായിൽ ഒട്ടിയിരടാ. എന്തോന്ന് തള്ളടാ തള്ളണത്. അതാണ് സതീശൻ വിളിക്കുന്നത് കേട്ടോ. എന്ത്? ഹലോ പറയടാ, നമ്മളിവിടെ കുളത്തിലുണ്ട്. എടാ അളിയന്റെ അമ്മയ്ക്ക് സുഖമല്ലടാ, ആശുപത്രി കൊണ്ടുപോകണം. എടേ എന്റെ ഒരു ബ്രേക്കപ്പ് പാർട്ടി ഉണ്ടായിരുന്നു. ബ്രേക്ക് പൊട്ടിയന്റെ പാർട്ടിയാ? ബ്രേക്ക് പൊട്ടിയന്റെ പാർട്ടി അല്ല, എന്റെ ഒരു ലൈന് പൊളിഞ്ഞ് അതിന്റെ പാർട്ടി ഉണ്ടോ, ഒരു കുപ്പി എടുത്തോണ്ട് വരികയാണ് അങ്ങോട്ട്. നാളാക്കിയാലോ? ചെലവ് നാളെ ആക്കാന്നാ? അല്ല ആശുപത്രി പോക്ക് കിളവി 2 ദിവസം കൂടെ ചുമക്കട്ട്. നീ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വാ. എന്നാ പിന്നെ അവിടെ മറ്റേ ഇവിടെ ഉണ്ട്. എന്താടാ? ചെറിയൊരു ചെലവ്. സതീശൻ മറ്റേ ബ്രേക്കപ്പ് പാർട്ടി. സതീശനാ? ഓ അർത്ഥയ്ക്ക് ഉപ്പയൊക്കെ അവൻ പാർട്ടി നടത്തണം. കുപ്പിയും കൊണ്ട് വരണമെന്ന്. ഓ എന്തിനടാ? അവന്റെ ലൈന് പൊട്ടിയെന്ന്. പോടാ, അവന് ലൈനൊന്നും ഇല്ലല്ലോ. നീ ഒരു കാര്യം പറയട്ടെ, അവന്റെ സ്വഭാവമല്ലേ പെണ്ണുങ്ങളെ മുഖത്ത് പോലും നോക്കൂല. ഓ ഭയങ്കര നാണം കുണിങ്ങിയാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ നമ്മളെ പഞ്ചായത്ത് പൈപ്പിന്റെ ഫ്രണ്ട് ഒറ്റ തോർത്തെടുത്തോണ്ട് കുളിച്ച്. അപ്പൊ അതുവഴി ഒരു കോളേജ് ബസ് പോയി. ഈ കോളേജ് ബസ്സിനകത്തിരുന്ന പെൺകുട്ടികളെ കണ്ടപ്പോ ഉണ്ടല്ലോ ഉടുത്തിരുന്ന തോർത്തൊരു മുഖം മറച്ചു കളഞ്ഞടാ. അപ്പൊ നാണം കുണിങ്ങിയല്ലടാ, നാണം കെട്ടവൻ. അതിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി അവന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അവന്റെ അമ്മ പറയുന്നു, മക്കളെ ഇവ എങ്ങനെ പെണ്ണുങ്ങളെ മുഖത്ത് നോക്കാതിരുന്ന എങ്ങനെ കല്യാണം കഴിക്കുമെന്ന്. അത് ശരി എന്നാടാ, അവർക്കും കാണൂലേ മരുമോള് വീട്ടിൽ വന്ന് കയറണമെന്നൊക്കെ. അതൊന്നുമല്ല, അവന്റെ അച്ഛൻ നാട് വിട്ട് പോയാൽ വർഷം കുറയല്ല. അവർക്ക് കുസ്തി പിടിക്കാൻ ആരെങ്കിലും വേണ്ടേ? ചൂടെടുത്ത് വണ്ട വളക്കാനും മറ്റേ ചിലവെടുത്ത് അടിക്കാനും ഒക്കെ. എന്നിട്ട് അപ്പൊ ഞാൻ അപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് ഞാൻ ബെറ്റ് വെച്ച് 10,000 രൂപയ്ക്ക് ബെറ്റ് വെച്ച്. നീ അമ്മേരേലും ബെറ്റ് വെച്ചാടാ? പറയണാള് 2 മാസത്തിനകം അവന്റെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാന്ന് പറഞ്ഞു. ഓ അത് നടന്നോലെ തന്നെ. നീ ബെറ്റിൽ തോക്കോളിയാ? തോക്കൂലേ. ഞാൻ വീട്ടിൽ വന്ന ഉടനെ എന്ത് ചെയ്യുന്ന ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി, പാർവതി മേനോനെന്നും പറഞ്ഞിട്ട്. നീയാ? ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് നമ്മളെ സതീഷിന് ഒരു മെസ്സേജ് ഹൈ അയച്ചു കൊടുത്തു. അവൻ ഡിലീറ്റ് ചെയ്ത് പോയി കാണും. അവൻ അത്രയ്ക്ക് നാണം കെട്ടവനാണ്. എടാ മലയാളത്തിലെ കംപ്ലീറ്റ് കായ്ക്ക് വേറെ ഏതോ അക്ഷരമൊക്കെ എടുത്ത് അയച്ചേക്കുന്നു. അവന്റെ സ്വഭാവം അറിയാണ്ടല്ലോ, രാവിലെ ഹായ് അതിൽ തുടങ്ങി, രാത്രിയാകുമ്പോ സതീശനാ അതിലാണ് അവസാനിക്കുന്നത്. ഇവനെ കൊണ്ട് ഭയങ്കര ശല്യോടെ, ഇവന്റെ ഫോട്ടോ വേണം, അത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, ഭയങ്കര ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമായി. ഇവിടെ മിണ്ടാപ്പൂച്ച പോലെ ഇരുന്ന് ചെറുക്കാനാണ്. അങ്ങനെ ഇന്നലെ ഒരു കാര്യം പറയുന്നു, നിന്റെ അഡ്രസ് എനിക്ക് തരണം, ഞാനും അമ്മയും കൂടെ നാളെ നിന്റെ വീട്ടിലോട്ട് വരണം, നമുക്ക് കല്യാണം ആലോചിക്കണം, എനിക്ക് പറ്റൂലൊന്നും. നീ കെട്ടാൻ പോണ അവനാ? പിന്നെ അവനെ കെട്ടാൻ ഞാൻ അത്രക്കാരനാ? പിന്നെന്തോന്ന്? അപ്പൊ തന്നെ ഞാൻ ഒരു മെസ്സേജ് അങ്ങോട്ട് തിരിച്ചു വിട്ടു, ഐ ഹേറ്റ് യു, ഐ ഡോണ്ട് ലൈക്ക് യു. ചുമ്മാ അരിയാളിയാ. അമ്മച്ചിയാണ് അയച്ചു ഇംഗ്ലീഷ് നീ മെസ്സേജ്. എന്റെ അനിയ വേറൊരു പെണ്ണിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവൾ ഇതാണ് എനിക്ക് അയച്ചു തന്നത്. 2 വെട്ടി പിച്ചാത്തി ഒരു പാള്, അതാണ് പറയാ എന്തോ വൈരാഗ്യമുള്ള മെസ്സേജ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഫോർവേഡ് ചെയ്ത് അവൻ അയച്ചു കൊടുത്തു. എടാ അതിപ്പോഴേ ഇതിപ്പോ അവന് ദേഷ്യം വരൂലേ നീ ഇപ്പം ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ് ഈ മെസ്സേജ് എല്ലാം മറ്റേ ഫേക്ക് ആക്കി എല്ലാം അയക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് ദേഷ്യം തോന്നും. ആ ദേഷ്യത്തിന്റെ പുറത്ത് അവൻ വീണ്ടും കല്യാണം കഴിക്കും. 10,000 രൂപ എനിക്ക്. സതീശൻ പറയല്ലേ അവന് മദ്യം കുറച്ച് കൊടുത്താ ഇവിടെ ഇരിക്കുകയല്ലേ, ജോലിക്ക് പോയിട്ട് വന്നു, ഒരു ചെലവ് ചെയ്യാൻ വേണ്ടി വന്നു. 1000 രൂപയുടെ സാധനമാണ്. 350 രൂപയുടെ കൂറ സാധനം 1000 രൂപയ്ക്ക് നാക്ക് പുയ്ത്തു പോയടാ. 1-ാം തീയതി നിന്റെ അച്ഛൻ വെച്ചേക്കണം 350 രൂപയ്ക്ക്.
എടാ മിലിറ്ററിക്കാരന്റെ വീട്ടിൽ പോയി ചന്തയിലുള്ള ആളുകാരുണ്ട് അവിടെ ക്യൂ നിൽക്കുന്നു. അതിനിടയിൽ നിന്ന് ലേലം വിളിച്ചാണ് 1000 രൂപയ്ക്ക് വാങ്ങിച്ചത്. വന്ന് വാങ്ങിച്ചോണ്ട് കഴിക്കണമെന്നല്ലത് അതിനകത്ത് വേറെ ഡയലോഗുകൾ. ഇല്ലളി 1000 രൂപയ്ക്കൊക്കെ ഇത്രയും സാധനം നീ വാങ്ങിച്ചേ, നമുക്ക് ചെലവ് എന്താടാ ഈ ചെലവ്? കാര്യം എന്ത് ഉണ്ട്? നീ കാര്യം എന്ന് പറഞ്ഞില്ലേ, എന്റെ ഒരു ബ്രേക്കപ്പ് പാർട്ടി. ബ്രേക്കപ്പ് പാർട്ടിയാ? എന്റെ ഒരു ലൈന് പൊട്ടിയ പാർട്ടികളെ. എപ്പോഴ് നമ്മൾ അറിഞ്ഞില്ലല്ലോ. എനിക്ക് കൂടെ അതൊന്നും അല്ല എങ്ങനെ പറയണ്ടേ. അങ്ങനെയൊക്കെ സംഭവിച്ചു. ഒരു പെണ്ണുമായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തിലെ 3 ആഴ്ച കൊണ്ട് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെ നീ ഒഴി കാര്യം പറ, കഥ പറയാൻ 3 ആഴ്ച കൊണ്ട് നല്ല സ്നേഹത്തിലായുടെ കാര്യം. എന്നിട്ട് പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ കാര്യങ്ങളെല്ലാം ഓക്കെ എല്ലാം പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം ഞാൻ കുറച്ച് ദിവസം മുമ്പ് അങ്ങനെ ഇരുന്ന് എൻ്റെ മൊബൈലിൽ ഇരുന്ന് ഇങ്ങനെ നെറ്റൊക്കെ ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സേജിൻ്റെ ഇൻബോക്സിൽ മെസ്സേജിൻ്റെ ഒരു മുട്ട് കേട്ട് ഞാൻ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്തു. സാധാരണ മെസ്സേജ് അല്ലെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതൊരു പ്രണയത്തിൻ്റെ മണമുള്ള സുഗന്ധമുള്ള ഒരു മെസ്സേജ് ആയിരുന്നടാ. ഓ കാട്ട നമ്മുടെ മണ്ട ഭരിക്കണം. കാര്യം പറ മൈൻഡ് മറ്റേ. അങ്ങനെ ആദ്യം അവൾ എനിക്കൊരു ഹായ് അയച്ചു. ഞാനും തിരിച്ചൊരു ഹായ് വിട്ടു. പിന്നെ എനിക്ക് മെസ്സേജിന്റെ പ്രവാഹമായിരുന്നടാ. അതിൽ മാത്രം ഇത്രയും പ്രവഹിക്കണം? അതെന്റെ മെസ്സേജിന്റെ ഇൻബോക്സ് അല്ലേ? അങ്ങനെ വേണ്ട, എല്ലാവരും ഇൻബോക്സ് ഒരേപോലെ ഇരുന്നാ മതി. നിയമത്തിന് മുമ്പിൽ നമ്മൾ എല്ലാവരും സമന്മാരാണ്. അത് മതി, അങ്ങനെ മതി. കാര്യം പറഞ്ഞ എന്നിട്ട് എന്തോന്ന് പറയേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരമായി ബഹളമായി. അവസാനം ഞാൻ ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞു. കാരണം ഞാൻ ഈ പുറത്ത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പെൺപിള്ളേരെ നോക്കാത്ത കാര്യമുണ്ട്. ഈ പയ്യന്മാരുടെ എല്ലാവർക്കും നിനക്കൊക്കെ ഉൾപ്പെടെ ഒരുമാതിരി ചീത്തപ്പേരാണ്. അത് എനിക്കും കൂടെ വേണ്ടെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് നോക്കാത്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നേരിട്ട് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് തന്നെ ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഇന്നലെ രാത്രി നിന്റെ അഡ്രസ്സ് എങ്ങതാ, ഞാനും അമ്മയായിട്ട് ഞാൻ വീട്ടിൽ സംസാരിക്കാൻ വരാം, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അവൾ ആ സമയത്ത് തന്നെ എന്തോ മെസ്സേജ് ഒക്കെ ഇംഗ്ലീഷിൽ അയച്ച് എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ. എന്തോ അല്ല, ഐ ഹേറ്റ് യു, ഐ ഡോണ്ട് ലൈക്ക് യു. അറിയണ്ട, നിനക്കെങ്ങനെ അറിയാം? അല്ല സാധാരണ എല്ലാ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഇല്ലടാ. അതെ, ഇന്നാളെ നിനക്ക് അയച്ചല്ലോ. അപ്പൊ അളിയാ നിനക്ക് ഭയങ്കര വിഷമം കാണുമല്ലോ. നിനക്ക് വിഷമിച്ച് കഴിഞ്ഞാൽ അവള് പോയ വേറെ 10 എണ്ണം കിട്ടും. ഞാൻ ഇനി മുതൽ ഞാൻ ഇറങ്ങിയടാ. ഇവിടെ വേറൊന്നുമല്ല, ഈ പഴയ പെൺകുട്ടികൾക്കാണ് പഴയ ചിന്താഗതി. അവളെ പഴയ ചിന്താഗതിയാണ്. അവളൊരു പയ്യനെ തേച്ച് കഴിഞ്ഞാൽ അവൻ താടിയും മുടിയും വളർത്തി അവളെ ചിന്തയിൽ ജീവിതകാലം മുഴുവൻ നടക്കുമെന്ന്. അതൊക്കെ പണ്ട്. ഇന്നത്തെ നമ്മളെ ചുറുചുറുക്കുള്ള പയ്യന്മാർ അങ്ങനെ അല്ല. അല്ല, ഇന്നൊരു പെണ്ണ് തേച്ച് കഴിഞ്ഞാൽ 3ന്റെ അവളെ കൂട്ടുകാരുടെ കയ്യും പിടിച്ച് അവളെ മുന്നിൽ കൂടെ നടക്കും. അതാണ്. അപ്പം ഇന്നത്തേക്ക് വേണ്ടിട്ട് അവളുടെ അതിന്റെ ലൈന് പൊളിഞ്ഞ് അവളുടെ മണ്ടക്കിരിക്കണം നമ്മളെ ദീപാരാധന. എന്നും ഇതേപോലെ കഴിക്കാൻ വല്ലതും കിട്ടണേ. എന്താണ് വൃത്തികേട് കാണിച്ചത്? എന്ത് എടാ, ദീപാരാധന സമയത്ത് ആരെങ്കിലും മദ്യം കഴിക്കണം? നിനക്കൊന്ന് തൊഴുതുകൂടായിരുന്നു? നിനക്ക് ഞാൻ കുളിച്ചില്ല അളിയാ. കുളിച്ചില്ലെന്നാ? ഇല്ല. നിനക്ക് അന്നദാനത്തിന് വലിച്ചു കയറുമ്പോ ഈ കുളിയും നനയൊന്നും നോക്കൂലല്ലോ. ഇത് ദേവിയുടെ കണ്ണി പെടാതെ ഒളിച്ചിന്നല്ലേ, ശാപമൊന്നും കിട്ടൂല. എന്ത് പറഞ്ഞാലും കച്ചില് പിച്ചില് അടുത്ത റൗണ്ടിൽ കഴിച്ചാൽ മതി. അപ്പൊ എനിക്കില്ലേ? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. കാവിലെ നമ്മളെ കണ്ണന്റെ പരിപാടി ഉണ്ട്, ഡ്രാമ കാണാൻ വേണം കേട്ടാ. ആ വൃത്തിയുടെ പേരെന്റെ മുമ്പിൽ പറയരുത്. എന്താ? എനിക്ക് അവനെ തീരെ ഇഷ്ടമല്ല. കാര്യം എന്ത്? എടാ, നിനക്ക് അറിഞ്ഞിടത്തുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ജംഗ്ഷൻ ഇരിക്കുന്നു, ഞാൻ ജോലിക്ക് വേണ്ടിയിരിക്കുന്നു. ഇപ്പൊ അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്ത് പോയപ്പോഴത്തേക്കും അവൻ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ രമേശന്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ ചിമ്പാൻസി പോലെ ഇരിക്കണല്ലേ. ഞാനങ്ങനെ വെറുതെ സതീശന്റെ പേരങ്ങ് മാറ്റണം. നിന്റെ വല്ലതും പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കോ? നിനക്ക് എത്ര ബോധമുണ്ടെന്ന് വെച്ചു കാരണം നിനക്ക് എത്ര ബോധമുണ്ട്? നിനക്ക് ഗൊറിലയും ചിമ്പാൻസിയും കണ്ട തിരിച്ചറിഞ്ഞൂടെ? പറഞ്ഞ വരുവണ്ട പാരാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോണ്ട് ഈ കണ്ണമുട്ട എവിടെങ്കിലും തെറ്റിയടിച്ചു. അമ്പലത്തിൽ നിന്ന് നാടകം നമ്മള് സൂപ്പർ നാടകമാണ്. 10-30 ദിവസം റിഹേഴ്സലൊക്കെ ചെയ്ത് പട്ടിണി കിടന്നുള്ള റിഹേഴ്സലായിരുന്നു. നമ്മള് കാണാൻ പറഞ്ഞില്ലേ എന്തെല്ലാം നിന്റെ കബളിമടയിൽ വെട്ടി മണ്ടൊക്കെ അടിക്കണം നമ്മൾ കാണാൻ പറഞ്ഞത്. ചുമ്മാ കബളിമടയിൽ വെട്ടി അടിക്കാൻ നിങ്ങൾ എന്തിനാണ് പറയണത്? 30 ദിവസം റിഹേഴ്സൽ ചെയ്ത് കട്ടക്ക് കിടന്ന് കയറുന്ന നാടകമാണ്. വന്ന് കണ്ടു നോക്കുക ഞങ്ങള്. എടേ, ഇത് നാടകത്തിന്റെ പേരെന്താ? യമകണ്ഠ കാലൻ. കാലൻ ചെയ്യണം ഞാനാണ്. യമണ്ടനാറ്റി തന്നെ പൊളി. ചുമ്മാ അല്ല, അവൻ പോയി കളിക്കാൻ. പൊളിഞ്ഞു കുട്ടേ കയറും. ആര് പറഞ്ഞു? നിനക്ക് വെറ്റുണ്ടോ? തട്ടേ കയറാൻ മട്ട് മാറണം. നിങ്ങൾ കണ്ടു നോക്ക്. അത് ശരിയാണ്. നീ തട്ടേ കയറുമ്പോ നാട്ടുകാരുടെ മട്ടൊക്കെ മാറും. നിന്റെ ഫസ്റ്റ് ഡയലോഗ് പൊളിഞ്ഞിരിക്കും. വെറ്റുണ്ടോ നിനക്ക്? പൊളിയും വെറ്റുണ്ടോ?
പറ്റുണ്ട്. എത്ര രൂപ പറ്റി? 500 രൂപ വെച്ച്. 500 രൂപ പറ്റാ? പിന്നെ കാണുമല്ലേ? അപ്പൊ ഗ്ലാറ്റ് മീറ്റ്. ഗ്ലാറ്റി മീറ്റ്. ഗ്ലാറ്റ് മീറ്റ്. ഗ്ലാറ്റി മീറ്റ്. പൊളിക്കാൻ വേണ്ടി നടക്കണ ഗ്ലാറ്റി മീറ്റ്. നാടൻ പൊളിയും. കൈയടിക്കാൻ വരില്ല ഗ്ലാറ്റി മീറ്റ്. ഞാൻ വന്നോളാം. ഗ്ലാറ്റി മീറ്റ്. കഴിയടാ. ചുമ്മാടാ ഇതൊക്കെ ഒരു പൊളിക്കാൻ വേണ്ടി രസം. പിന്നെ നടക്കണ. ആളുകളെ അവന് കൂടുതലും മദ്യം കൊടുക്കണ്ട. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അവന്റെ കയ്യിൽ ഇനി പറയണ്ട നീയാണ് പാർവതി മേനോൻ എന്ന് പറയണ്ട. പറയണ്ടേ? പറയണ്ട. അവൻ എന്തായാലും അവന് വിഷമമില്ല. വിഷമല്ല പിന്നെ പറയണം, നമുക്ക് അതിനെ പറയണ്ട. പറയണ്ട, അത് പറയണ്ട, വെറുതെ അവനെ വിഷമിക്കും. എനിക്കിനി വേണ്ട. വേണ്ടെന്നാ? വേണ്ടേ മാറി. വേണ്ടെന്നടാ അവൻ. അതിന് പറഞ്ഞാ പോരി. കരയണ എന്തിനി? ഇനിയിപ്പോ അടുത്ത കൂച്ചോ ഞാൻ അത് വേണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെ എനിക്കിനി എന്റെ ജീവിതം വേണ്ടെന്ന്. എന്ത് കാര്യം പറ നീ, കാര്യം എന്താണ് വിഷയം? എന്റെ പാറൂട്ടില്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഏത് പാറൂട്ടി? എന്റെ പാറൂട്ടി. എടാ ആ പാറൂട്ടി അല്ലേ പോണെങ്കിൽ പോയിട്ട് 10 എണ്ണം വേറെ വരുമെന്ന് നീ ഇപ്പൊ പറഞ്ഞത്. എടാ അവളെ പോലും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മോത്തൊക്കെ ഞാൻ 10 എണ്ണത്തിന് ഉണ്ടാക്കാൻ പോണു. നിനക്ക് വിഷമമില്ലെന്നല്ലേ നീ പറഞ്ഞ ഇപ്പൊ? അതൊക്കെ തോന്നിയത് ഞാൻ പറയും, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവളെ വേണം. അളിയാ അത് വിടളിയാ, നീ ഇങ്ങനെ സെൻറ്റി ആവല്ലേ. അത് പോട്ടത് വിട്ടുകളാ. അത് ഒന്ന് പോയാൽ 10 എണ്ണം വരുമെന്ന് നീ പറഞ്ഞ്. അങ്ങനെ അവള് പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്റെ കയ്യിലുള്ള കാശ് മൊത്തം അടപടല അവള് കൊണ്ടുപോയടാ. കാശാ? ചില്ലറ പൈസ മൊബൈൽ ചാർജ് ചെയ്യാൻ 20 രൂപ. ചില്ലറ പൈസ പോട്ടറാ. ചില്ലറ പൈസ കിളിങ്ങണ് കിടന്ന് ചില്ലറ പൈസ. എടാ ഓരോ പ്രാവശ്യം ഓരോ ആവശ്യം പറഞ്ഞ് എന്റെ മൊബൈലിൽ ഒരു കുണുകുണു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ബാങ്ക് അക്കൗണ്ടും കൂടെ കാണും. ചേട്ടാ എന്റെ അമ്മ ഹാർട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആശുപത്രി കിടക്കുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ പറ. അതിന്റെ ആശുപത്രി കിടക്കുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് 5000 രൂപ വേണം. മുടി സ്ട്രൈറ്റ് ചെയ്യാനെന്ന്. അല്ലടാ ഹൃദയ ശസ്ത്രക്രിയക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യണോ ഇപ്പം? അവളെ തള്ളയ്ക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യുന്ന കാര്യമല്ല, പിന്നെ അവക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പാതിരാത്രിക്ക് ഞാൻ എന്റെ സൈറ്റിൽ പോയി അവിടെ ആവശ്യമില്ലാതെ കിടന്ന കമ്പി എല്ലാം കൂടെ വളഞ്ഞു കിടന്നത് അടിച്ച് ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് അങ്ങനെ കടയിൽ കൊണ്ട് കൊടുത്ത് ആ കമ്പി സ്ട്രൈറ്റ് ചെയ്ത പൈസ നമുക്ക് ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. എന്തൊരു പാവത്തിലോടാ കാണിക്കണം. നിന്റെ യാത് മുടിയടാ നീ സ്ട്രൈറ്റ് ചെയ്തത്? എന്റെ ദേവൂട്ടിക്ക് മുടി സ്ട്രേറ്റ് ചെയ്യും. എന്റെ 5000 കൂടെ ഇട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. നിന്റെ അടുത്ത് പറഞ്ഞല്ല? പറഞ്ഞു. അല്ല പിന്നെ സതീഷ 5000 രൂപയല്ലേ അത് കളഞ്ഞു പോയെന്ന് വിചാരിച്ചേരാ. പോക്കറ്റ് അടിച്ച് പോയെന്ന് വിചാരിച്ചോ? നീ മറന്നേരാ അത്. അതോടുകൂടി തീരുമെന്ന് വിചാരിച്ചു. അതിനുശേഷം വീണ്ടും മെസ്സേജിന്റെ കുണുകുണു അടിച്ചു നോക്കിയപ്പോ ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു മെസ്സേജ്. അവളുടെ മൊബൈൽ ഇല്ലാതായി പോയി. എനിക്ക് ചേട്ടന്റെ അടുത്ത് ചാറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എനിക്കൊരു മൊബൈൽ വേണമെന്ന്. നിനക്കറിയാലോ എന്റെ ഒരു അളിയൻ ഗൾഫിലുള്ളത് മനോജ്. ചാണകത്തിൽ 50 പൈസ നക്കിയെടുക്കുന്നവനാണ്. ആ തെണ്ടി ഒരു 5 പൈസക്ക് സഹായിക്കാറില്ല. ഒരു ഗുണമില്ല, വീട്ടിലേ ഇല്ല. ഞാൻ പറഞ്ഞു അളിയ എനിക്കൊരു മൊബൈൽ വേണം, എനിക്ക് ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് അളിയ. ഇല്ല അളിയ, അളിയന് പഠിത്തമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എങ്ങനെ ആരെങ്കിലും ചോദിച്ചു പഠിച്ചോളാം. അങ്ങനെ നിർബന്ധിച്ച് നിരന്ന് എനിക്ക് ഒരു മൊബൈൽ അയച്ചത് 35,000 രൂപ മൊബൈൽ. ആദ്യമായിട്ടാണ് അവ അത്രയും തരണത്. അത് ഞാൻ കൊണ്ട് അറാവിലേക്ക് 15,000 രൂപയ്ക്ക് വിറ്റ്. എന്നിട്ട് ആ 15,000 രൂപക്ക് ഞാൻ അക്കൗണ്ട് ഇട്ട് കൊടുത്ത് മൊബൈൽ വാങ്ങി. എൻ്റെ കൂടെ സംസാരിക്കാതിരിക്കണ്ടല്ലോ. എന്നിട്ട് ഞാൻ വെക്കേണ്ട ഒരു ചെറിയ മൊബൈൽ, അത് കൺട്രാക്റ്റിന്റെ മൊബൈലാണ്. ഇതൊരു പഞ്ച പാവിയടാ നീ. പാവപ്പെട്ടവന്റെ 35,000 10,000 രൂപയ്ക്ക് വിപ്പിച്ചില്ലടാ നീ. എന്തിനാടാ നിനക്ക് 15,000 രൂപ? എന്റെ ദേവൂട്ടിയുടെ മൊബൈൽ കക്കൂസിനകത്ത് വീണു. പുതിയ മൊബൈൽ വാങ്ങിയാൽ മതി, ഞാൻ അയച്ചു കൊടുത്തു. 2000 കൂടെ ഇട്ടാണ് അയച്ചു കൊടുത്തത്. നിന്റെ അടുത്ത് പറഞ്ഞടേ. എന്റെ വിഷമം കേൾക്കടാ. എന്റെ കയ്യിലുള്ള പൈസക്ക് വാങ്ങിച്ചു കുടിച്ചിട്ട് അളിയ നിന്റെ വിഷമം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വേറെ പൈസ പോയില്ലല്ലോ. വേറെ പൈസ ഒന്നും പോയില്ലല്ലോ. ആര് പറഞ്ഞു? വീണ്ടും മെസ്സേജിന്റെ കുണുകുണു അടിച്ച് ഒരു ബാങ്ക് അക്കൗണ്ടും. ഇതെന്തൊരു ഗുണഗുണോടാ ഇത്? ഇല്ല ഞാൻ അറിയാതെ ഗുണഗുണിക്കുക. അതെന്തൊരു ഗുണഗുണു? അവളുടെ വീട് പണി നടക്കുകയാണ്. 2 ലക്ഷം രൂപ സഹായിക്കാൻ പറ്റുമോ? അയ്യോ 2 ലക്ഷം രൂപ? 2 ലക്ഷം രൂപയ്ക്കകത്ത് എത്ര പൂജ ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലെ ആധാരം എല്ലാം കൊണ്ട് പണയം വെച്ച് അമ്മയച്ഛനും അറിഞ്ഞൊന്നുമില്ല. വീട്ടിൽ നല്ല കറവുണ്ടായിരുന്നു. പക്ഷെ രാത്രി ആരോ അടിച്ചോണ്ട് പോയി. ഞാൻ അറിഞ്ഞൂടാത്ത അഭിനയൊക്കെ അഭിനയിച്ച് അതിനെ കൊണ്ടുപോയി വിറ്റ് 2 ലക്ഷം രൂപ ഞാൻ റെഡിയാക്കി വെച്ച്. എന്നിട്ട് നീ കൊടുത്താ? അന്ന് രാത്രി അവൾ അഡ്രസ് ചോദിച്ചപ്പോൾ അവള് പറയണത് എനിക്ക് എന്തൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് എന്നെ ബ്ലോക്ക് ചെയ്തത്. വലിച്ചടേ ആക്രാൻ തോന്നുന്നു. ആക്രാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പാടില്ല. നിനക്ക് 2 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞില്ലേ? എനിക്ക് അയ്യോ എന്റെ 2 ലക്ഷം പോയേ. സതീശ അയ്യോ അവള് ബ്ലോക്ക് മാറ്റി വീണ്ടും മെസ്സേജ് അയച്ചാൽ 2 ലക്ഷം കൊടുക്കൂ? കൊടുക്കും. അവളെ ചെപ്പാക്കുറ്റിക്കിട്ട് കൊടുക്കും ഞാൻ. അങ്ങനെ വേണം അളിയാ, അങ്ങനെ വേണം. ആണുങ്ങളായ അങ്ങനെ വേണം. അങ്ങനെ ഉള്ളവന്മാർ ഇവിടെ സൂഹിക്കണ്ടളിയാ ചേട്ടാ. അത് നീ വിട്ടുതരാ. അത് മറന്നേരാ നീ. എനിക്ക് മറക്കാൻ പറ്റൂലടാ. എടാ നീ അവളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ മറക്കാൻ തരാ ഇത്ര പാട്? ഞാൻ അവളെ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ മനസ്സിൽ അവളെ രൂപം ഞാൻ മറിച്ചിട്ടിട്ടുണ്ടടാ. എങ്ങനെ കേക്കണോ? നല്ല ഐശ്വര്യ റായിയുടെ അതേ മുഖം. ഐശ്വര്യ റായി അല്ല, ഒരു റാ. നല്ല സുസ്മിഹാസനിന്റെ അതേ കൈകൾ, സൗന്ദര്യമുള്ള കൈകൾ. അതുകൊണ്ടാണ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ നല്ല വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത 2 കാലുകൾ എന്നെ കാണാൻ വേണ്ടി ഓടി വരും.
അയ്യോ അടുപ്പിന്ന് വലിച്ചൂരിയ കാലടേ. അയ്യോ മൊത്തത്തിൽ വെണ്ടക്കല്ലിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ദേവതാ ശില്പം. എല്ലാത്തിനും കാരണം മറ്റേ അവന്റെ പാറുകുട്ടിയാണ്. ഓ ഏയ് നിനക്ക് മനസ്സിലാകും കേട്ടോ, നിനക്കൊരു ദേവൂട്ടി ഉണ്ടല്ലോ, നിന്നെ ചതിക്കുമ്പോ നിനക്ക് മനസ്സിലായി. എല്ലാ പെമ്പിളരും തേക്കോടെ, എല്ലാ പെമ്പിളരും തേക്കും. എന്താ ദേവൂട്ടി പറയണ എന്താ? കയ്യാങ്കളി ചുമ്മാ അല്ലടാ. ദേവൂട്ടിയെ പറ്റി അവൻ എന്താ യോഗ്യത ഉണ്ട്? ദേവൂട്ടിയെ പറ്റി ഞാൻ സംസാരിച്ചത് കയ്യാങ്കളി പോലല്ലേ എന്റെ ദേവൂട്ടി. എന്റെ ദേവൂട്ടി തമ്പുരാട്ടിയാണ്ടാ. ഓ തമ്പുരാട്ടി ചതിക്കുമ്പോ മനസ്സിലാകുന്നു. അയാള് എന്റെ ദേവൂട്ടി ഉണ്ടല്ലോ, അവളെ ഞാൻ എന്ത് സ്വപ്നം കാണും. എല്ലാ ദിവസവും രാവിലെ ഉറക്കണീറ്റ ഉടനെ എന്റെ ഇല്ല ചുമ്മാ അല്ലടാ പറയട്ടടാ അടങ്ങ്. എല്ലാ ദിവസവും ഉറക്കണീറ്റ ഉടനെ എന്റെ ഇല്ലത്തിനോട് ചേർന്ന് കിടക്കുന്ന അമ്പലക്കുളത്തിൽ മുങ്ങി കുളിച്ച് ഈറനെടുത്ത് എന്റെ കുടുംബ സർപ്പക്കാവിൽ വിളക്ക് വെക്കുന്ന എന്റെ സ്വന്തം തമ്പുരാട്ടി, എന്റെ ദേവൂട്ടി. നീ ഈ തമ്പുരാന്റെ ഇല്ല കണ്ടിട്ടുണ്ടോ? ഇല്ല കൊണ്ടുപോയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്തത്. എന്നെ കൊണ്ടുപോയിട്ടില്ല, പക്ഷെ ഈ തമ്പുരാന്റെ ഇല്ലത്തിനടുത്തൊരു ജോലി കണ്ട ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഒരു പണി ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ഇവന്റെ തമ്പുരാന്റെ ഇല്ല ഞാൻ കണ്ട്. നിനക്കറിയോ, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് അതിന്റെ 2 സൈഡിൽ ടാർപോളും വലിച്ചു കെട്ടിയിരിക്കുന്നു. അതിനകത്താണ് ഇവന്റെ ഇല്ല. അങ്ങനൊന്നുമില്ല. ഇവൻ പറഞ്ഞില്ലേ ഇവന്റെ തമ്പുരാട്ടി എന്നും രാവിലെ എണീറ്റ് അവന്റെ തൊട്ടടുത്തുള്ള മറ്റേ അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിക്കണം. ഡ്രെയിനേജ് കുഴിയിൽ മഴവെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. അതിനകത്താണ് ആ കോളനിയിലെ കംപ്ലീറ്റ് പിള്ളേരും കുളിക്കുന്നത്. അതിനകത്താണ് ഈ തെണ്ടി ഒന്ന് മുങ്ങിന്ന് വളർന്നു കഴിഞ്ഞാൽ അവന്റെ വാക്കകത്ത് 3 മാക്കറെങ്കിലും കാണും. അവന്റെ അമ്പലക്കുളം. നിന്റെ അച്ഛന് ഡ്രൈവർ ജോലിയല്ലേ? ഇനി മുതൽ എവിടെയെങ്കിലും വണ്ടി യാത്ര പോകുമ്പോ കയറ്റം കയറുമ്പോ വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇവനെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ മതി. എന്തിന്? ഇവനെ അമ്മാതിരി തള്ളല്ലേ തള്ളുന്ന, ആരും തള്ളണ്ട. അസൂയാണ് ഇവന്റെ പാറുട്ടി, അവന്റെ തേച്ചുണ്ട് അസൂയാണ് അവൻ കാണിക്കുന്നത്. അയ്യോ അയ്യോ അമ്മോ. ആണുങ്ങളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ഇതാ നിന്റെ 500 രൂപ. അന്നെ 500 രൂപ നാടകം പൊളിഞ്ഞളിയാ. എന്തിനാണ് ഞാൻ പറഞ്ഞത്? 30 ദിവസത്തെ ക്രൂറ്റീസ് തുടക്കത്തിലേ പൊളിഞ്ഞു കൊട്ടേ കയറിയല്ലേ. യാതൊരാള് ഫസ്റ്റിലെ ഡയലോഗ് തെറ്റിച്ചാണ്. ഡയലോഗൊന്നും തെറ്റിയില്ല. സ്വന്തം നാടകമല്ലേ, ആദ്യ നാടകമല്ലേ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ നിന്ന് 2 ഡയലോഗ് ഇട്ട് മൊത്തം കയ്യിൽ നിന്ന് എന്തോന്ന് ഡയലോഗാടാ കയ്യിൽ നിന്ന്? ദേവേന്ദ്രൻ കയറി വരാനല്ലേ, ഞാനാണല്ലേ കാലൻ. ഇവൻ തന്നെ ക്ലാറ്റ് മീറ്റിനെ അടുത്ത് ദേവേന്ദ്രന്റെ കൊടുത്ത് നീയാണല്ലേ തുടക്കം വേണ്ടാണ്. ഫസ്റ്റ് പരിപാടിക്ക് അടി കിട്ടിയില്ല. കന്നി പരിപാടി ആദ്യമായിട്ടാണ്. എനിക്കറിയാം രമേശനെ അറിയാം. കന്നി പരിപാടിയില്ല അടി കിട്ടിയത്. ഇനി പരിപാടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓരോ സ്ഥലം അടി കിട്ടും തോറും നിനക്കത് ശീലമായിക്കൊള്ളും കേട്ടാ. ഇനി അടുത്ത് വരുന്ന പരിപാടി ഇതിലെ അടിപൊളിയായിട്ട് പൊളിഞ്ഞു കൊട്ടേ കയറാൻ പറ്റും ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ക്ലാറ്റ് മീറ്റ് ഒരു ഗ്ലാറ്റ് മീറ്റ് തന്നാണ് ഈ കാലം പരിപാടി. കാലൻ യമ കണ്ട കാലൻ ഓ അവൻ പോയടാ. അതല്ല പൊന്നീച്ചയോട് പോകാൻ പറയാൻ. അപ്പൊ അടിക്കണമെങ്കിൽ അടിക്കട്ടെ. എന്തിനാണ് ഈച്ചയൊക്കെ വേറിട്ട് പോണത്? നീ വല്ല ആവശ്യമുണ്ടോ? അങ്ങോട്ട് മാറി പെരിപ്പടേ. നീയൊക്കെ വെള്ളം അടിച്ച കൂറാണല്ലോ. സതീശൻ അവിടെ? സതീശൻ അവിടെ? അവൻ എവിടെ വെള്ളം അടിച്ച് വിറ്റായിട്ട് കിടക്കണം തോന്നുന്നു. സതീശ എന്താടാ പുലിമുരുകനാടേ? സതീശ കൊല്ലണം. കൊല്ലണം? ആരാ? അവളെ കൊല്ലണം. എവളെ? എന്റെ ശത്രു അതാണായാലും പെണ്ണായാലും മറയിൽ പോയി പൊക്കണം. യാത് മറയില്? കുളിമറയില്. വൃത്തിയായിട്ട് പറയല്ലേ. ചുമ്മാ സതീശ. പക്ഷെ എനിക്ക് അവളെ കൊല്ലാൻ പറ്റൂലടാ. ഈ കുളത്തിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടോ? 5 പേര്. അല്ല പിന്നെ 6 പേര് എന്നെയും കൂടെ കൂട്ടി. എന്ത്? ഞാൻ ചാവാൻ പോകും. ചുമ്മാ എനിക്ക് ഇനി ഒരു ജീവിതമില്ല. സതീശ ഇറങ്ങ്. ഇല്ല, എനിക്ക് ഇനി ഒരു ജീവിതമില്ല. ഞാൻ മരിക്കുമ്പോൾ സതീശൻ 15 കുളത്തിലോട്ട് കുതിക്കാനാണ്. മെസ്സഞ്ചർ തപ്പി വന്ന ആളിയാ നിന്നെ പോലീസ് പിന്നെ രമേശനാണ് പറഞ്ഞ ഇറങ്ങണം. എനിക്ക് മരിക്കണോടാ. രമേശനാണ് പറഞ്ഞ ഇറങ്ങ. ഞാൻ മരിക്കട്ടെ. എന്റെ പൊന്ന് സതീശ, നിന്റെ രമേശനാണ് പറയുന്നത്. ഒന്നിറങ്ങടാ എന്റെ പൊന്നു മോനെ. സതീശ 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 പോയടാ. എന്റെ സതീശൻ പോയടാ. ഞാൻ കൊന്നടാവനെ. ഒന്ന് കണ്ണു തുറന്ന് ഇങ്ങോട്ടൊന്ന് നോക്കടാ. ഇതാരടാ നിൽക്കണം? എന്തൊരു ഓവർ ആക്ടിങ് എടാ. ഇങ്ങനെ ഉണ്ടാടാ. ഇവൻ ചത്തില്ലേ? ചത്ത കൊല്ലും ഞാൻ. എന്തായാലും ഞാൻ വിചാരിച്ചു ചത്ത. അതെയാ നീ പാറൂട്ടി പോട്ട്. ഇനി ആ പേര് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. നിന്റെ അമ്മയെ നോക്കണം, അച്ഛനെ നോക്കണം. ഒരു പെണ്ണ് പോണെങ്കിൽ പോട്ടറാ. அவ என்ன தேடி வந்த அஞ்சல அவ நேரத்தை பார்த்து செவக்கும் வெத்தல அவ அழக சொல்ல வார்த்தை கூட பத்தல அட இப்போ எனக்கு வேணும் அஞ்சல அவ இல்ல நெருப்பு தானே நெஞ்சல
ஓ ஒண்ணுக்குள்ள ஒண்ணா என் நெஞ்சுக்குள்ள நின்னா ஓ கொஞ்சம் கொஞ்சமாக உயிர் பிச்சு பிச்சு தின்னா அவ ஒத்த வார்த்தை சொன்னா அது மின்னும் மின்னும் பொன்னா ஓ என்ன சொல்லி என்ன அவ மக்கி போனா மண்ணா ஓ ஒண்ணுக்குள்ள ஒண்ணா என் நெஞ்சுக்குள்ள நின்னா ஓ என்ன சொல்லி என்ன அவ மக்கி போனா மண்ணா ഒറ്റയ്ക്ക് ആ പ്രാന്ത് എന്നോളാ കാണിക്കണേ പാറൂട്ടി അതെയാ. നീ എന്തോന്ന് കാണിക്കണം, നീ എന്തോ നാടകം കളിക്കണം നീ? എനിക്കിന്ന് ജീവിക്കണ്ട, ചുമ്മാ കളിയാ. എനിക്ക് ജീവിക്കണ്ട. രമേശ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. നീയാണ് പാർവതി മേനോനെന്ന് ചെന്ന് പറഞ്ഞ് കാര്യം മാറ്റി. ഈ സമയത്ത് ഞാനാണ് പാർവതി മേനോന്ന് അവനെ വെട്ടി കൊല്ലവൻ. എടാ അത് പറഞ്ഞാൽ പറ്റില്ലെങ്കിൽ അവൻ മരിക്കൂടാ. മരിക്കൂ പിന്നല്ലാതാ. എടാ ഞാൻ എങ്ങനെ പറഞ്ഞു? നീ ഒരു എന്തെങ്കിലും ഒരു മയത്തിൽ നീ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയട്ടാ, അവൾ എന്നെ പറ്റിച്ച ഈ മൊബൈല് എനിക്കിത് ഇനി വേണ്ട, വെള്ളത്തിൽ കിടക്കട്ടെ. എന്റെ മൊബൈലടാ, എന്റെ മൊബൈൽ മൊബൈല് ഇത് നിന്റെ മൊബൈൽ. വേണ്ട, അവൾ എന്നെ പറ്റിച്ചതല്ലേ, ഇതിലാണ് അവൾ ചാറ്റ് ചെയ്തത്. ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. എടാ വെള്ളത്തിൽ മൊബൈൽ വീണ കുഴപ്പമുണ്ട്. അപ്പോഴേ അടിച്ചു പോകും. എന്നാ ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നിന്റെ മൊബൈലിന് ബോധമുണ്ടല്ലേ? ഒരു മയത്തിന് പറയാം. എന്നെ പാറൂട്ടി, എനിക്ക് വേണം, എനിക്ക് വേണം. പാറൂട്ടി ഇങ്ങോട്ട് വാ. ഡേയ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക് സതീഷ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേള് സതീഷ. സുധീഷേ, മയത്തിന് പറഞ്ഞോളാം. മയത്തിന് പറ. എടാ, ഫേസ്ബുക്ക് വഴി കള്ള പേരില് നിന്നെ പറ്റിച്ച് പൈസ വാങ്ങിച്ചത് പാറൂട്ടിയല്ല, പാർവതി മേനോനല്ല, ഈ പന്ന കരിക്കട്ടി. എവനാണടാ ഈ രമേശൻ? കൊല്ലളിയാവന്. ഇതാണാ മയത്തിൽ പറഞ്ഞ നീ? അയ്യോ, കയ്യിന്ന് പോയളിയാ, ഞാൻ മറന്നുപോയി. മയത്തിന് പറയണ കാര്യം മറന്നുപോയി. എവനാണടാ? കൂട്ടുകാരൻ്റെ അടുത്ത് കാണിക്കുമെന്ന് വിചാരിച്ചില്ലടാ. കാശിന് കുറച്ച് അത്യാവശ്യം വന്നുപോയി, അതുകൊണ്ടാണ്. വേറെ നിർത്തിക്കരുത്. എന്നാലും നീ എൻ്റെ അടുത്ത് തന്നെ ഇത് പറ്റിപ്പോയി അളിയാ. ചോദിക്കായിരുന്നു, ഒരു നാണമില്ലാതെ പട്ടിയെ പോലെ. വേണ്ടതാ അമ്മ, ഞാനിന്ന് വീട്ടിൽ വരില്ല. ഞാൻ ചാവണം അമ്മ, എനിക്ക് ചാവണം. ഞാൻ ചാവും. ചുമ്മാ നീ 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 പറ്റിപ്പോയി. രമേശ, യവൻ വല്ലതും ആത്മഹത്യ ചെയ്താ ദൈവം ക്ഷമിക്കൂലടാ. മര്യാദയ്ക്ക് അവനെ വീട്ടിൽ കൊണ്ടാക്ക്. ഞാൻ വീട്ടിൽ പോയി കിടക്കാൻ പോവാണ്, മനസ്സിലായില്ലേ? അമ്മ വാതിൽ പറ. അമ്മ, ഞാൻ വന്നമ്മ. അവൻ വീട്ടിൽ പോയി വാതിലടച്ച. അമ്മ വാതിലടാ. ഈ ചെറുക്കനെ ആട്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ടേ? ആട്ടോ, ചെറുക്കനെ പതുക്കെ കയറ്റി കിടത്ത് പതുക്കെ കടയടാ, കുലുക്കാതെ ഓട്ടിച്ചോ. ഫോണെടുക്കാടാ, പാരാത്രി നിന്റെ അച്ഛൻ വന്നിരിക്കുന്ന റോട്ടിൽ. പതുക്കെ ഓട്ടിക്കൊണ്ടുപോ. എന്തൊരു ഉറക്കമെന്നാ? ഇന്നലെ മനുഷ്യനെ ഉറക്കിയാടാ നീ? എന്തോ സീനായിരുന്നടാ ഇവിടെ? സുധീഷേ, എവനതിൽ ഓട്ട കയറ്റി വിട്ടല്ലേ? തിരിച്ചു വന്നാ പൈസ പോലും നീ തല്ലേ ഓട്ട? ഞാനാണ് കൈ ദൂരെ ജോലി. നീ ഇന്നലെ എന്തോന്ന് കാണിച്ചു കൂട്ടിയ ഇവിടെ? ആ പെണ്ണ് തേച്ചെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞു. പരിചയമില്ല, അതുകൊണ്ടാണ്. എടാ, പെണ്ണ് തേച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യം ചെയ്തില്ല. എനിക്ക് അപ്പോഴെന്തോ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല. നീ ഇന്നലെ പറഞ്ഞ കഥ സൂപ്പർ കേട്ടാ. കഥയാ? നമുക്ക് വൈകുന്നേരം കാണാം. ഇവിടെ കാണണേ, കുറച്ച് ദൂരെയാണ് പണി. വൈകുന്നേരം കാണാം. എന്താടാ പറയണത്? എന്താടാ എലി പോലെ വന്നോ മല പോലെ പോണതാ? ഇന്നലെ ചാടി ചാവാൻ പോണെന്ന്. സമയം എന്തായി? 6:30. 6:30? എന്റെ പൊന്നളിയ എവിടെ മൊബൈല്? എവിടെ പോണം? ഞാൻ പറഞ്ഞില്ല 3 ദിവസം കൊണ്ട് ദേവൂട്ടിയായിട്ട് പ്രണയത്തിലെന്ന് പറഞ്ഞു. അവൾ നമ്മളെ കാവലെ അമ്പലത്തിൽ വരും എന്നെ കാണാൻ വേണ്ടിട്ട്. 7 മണിക്ക് വരാന്നാണ് പറയുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം. കേട്ടിട്ട് പോടാ. നിന്റെ FB-ലെ ദേവൂട്ടി മെസ്സേജ് അയക്കണില്ലേ? അത് ഞാനാണ്. പൈസക്ക് കിട്ടിയ ആവശ്യം വന്നപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. നീ ഇനി അവനെ പോലെ ആത്മഹത്യ ചെയ്യാൻ പോണെങ്കിൽ എനിക്ക് വയ്യളിയാ. അവന്റെ അമ്മയ്ക്ക് പൈസ ഇല്ല, ഇവിടെ അങ്ങ് ഇശിക്കി. അത്യാവശ്യം ആയി പോളിയാ. അത് നീ വേറൊന്നും വിചാരിക്കില്ല. ഞാൻ നേരത്തെ പറയണമെന്ന് വെച്ചാണ്. ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നീ ഇതുപോലെ കുളത്തിൽ ചാടി. അമ്മ, ഇനി എന്നെ നോക്കണ്ട കേട്ടാ. ഞാൻ പോണം, ഞാൻ ഇനി വരൂല. നീ ആത്മഹത്യ ചെയ്യാൻ പോണം അവനെ പോലെ? ആത്മഹത്യാനല്ല, നിന്നെ കൊന്ന് ജയിലിലേക്കാണ്.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും കരുതിയിരിക്കുക. ഇതുപോലെ ഫേസ്ബുക്കിലൂടെ നിങ്ങളെയും ചതിക്കുഴിയിലാക്കാൻ ആളുകൾ വരും. കരുതിയിരിക്കുക. എന്നെ തേച്ചൊട്ടിച്ചിട്ട് മെസ്സേജ് ഉണ്ടാക്കുന്ന നടനാറി. ഇങ്ങോട്ട് വാടാ പുല്ലേ. അല്ലരുത്.